ഇതുണ്ടാക്കുന്ന സമയത്ത് ഇത് ഇത്രയും രുചി ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഒരു സാധാരണ ജ്യൂസ് പോലെയല്ല, ഇത് നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ജ്യൂസാണ്. പേരക്ക വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പേരക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാട് നന്നായിട്ട് പഴുപ്പ് കൂടി പോയിട്ടുള്ള പേരക്കയല്ല, ഒരുപാട് പച്ചയോ അല്ല, ഒരു ഇടത്തരം പഴുപ്പിലുള്ള പേരക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പേരക്കയുടെ ഈ ഒരു ഞെട്ടി ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം ആദ്യം. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പൾപ്പൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊരു പഴുത്ത പേരക്ക ആയതുകൊണ്ട് നമുക്കിതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പഴുക്കാത്ത പേരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിലുള്ളത് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 2 പേരക്കയും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ അതിൻ്റെ പൾപ്പും കുരുവൊക്കെ അങ്ങ് സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ആണ് ഇതിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കൊടുക്കുന്നത്, ഇഞ്ചിയും. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് നമ്മൾ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ചെറിയ ഒരു ഫ്ലേവറും ചെറിയൊരു എരിവേ പാടുള്ളൂ, ഒരുപാട് കൂടി പോകരുത്. അപ്പോൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് ചെറിയൊരു ഫ്ലേവർ കൊടുക്കാനുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനൊന്ന് വ്യത്യസ്തമാക്കുന്നത്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുത്ത സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നിരുന്നു കേട്ടോ. ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കണം, എന്നാലേ ഉള്ളൂ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനൊരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ആ ഒരു കുരുവൊക്കെ അടിയാതെ കിടക്കുന്നുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുത്ത് മാറ്റണം. അപ്പോൾ അതാ ഇതുപോലെ അങ്ങ് അരിച്ചെടുത്തിട്ട് ഈ ഒരു കുരുവൊക്കെ അങ്ങ് ഒഴിവാക്കാം. ഇനി ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ എടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ ഒരു പേരക്കയുടെ തോട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു തോടിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെ നമ്മുടെ ഈ ഒരു ഉപ്പും മുളക് പൊടിയും മിക്സിൽ ഇതുപോലെ അങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വേണമെന്നൊന്നുമില്ല, പക്ഷേ ഇത് ജ്യൂസ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഈ ഒരു പേരക്ക കൂടെ ഈ ഒരു ഉപ്പും മുളക് പൊടിയും കൂടി കഴിക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കഴിക്കുന്നവർക്ക് അറിയാം അത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.